ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റോബസ്റ്റ കൊണ്ട് എങ്ങനെ പഴംപൊരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പഴമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യരുത്, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ പഴുത്ത പഴവും നമ്മൾ ഉപയോഗിക്കരുത്. ഇനി നമുക്കിതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര, ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ ഇത് മിക്സ് ചെയ്തുമ്പോൾ എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പഴം ഇതിലേക്ക് ഇട്ട് മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാ പഴവും ഒന്ന് വെച്ച് കൊടുത്തിട്ടിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നാളെ പുതിയൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.